ഐഷാപ്പറ്റി മാഡത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് വീണ്ടും തുടർന്ന് കേൾക്കാം. ഇപ്പം ഞാൻ അധികാരമോഹിയാണെന്നോ ഒരുപാട് സൈബർ ഞാനത് വില വെക്കുന്നേ ഇല്ല. ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അറിയാം ഞാൻ ആരാന്ന്, ഞാൻ എന്ത് അധികാരമോഹിയാണ് കൊടി വെച്ച. ഇന്ന് റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന് എന്നെ അറിയോ? എൻ്റെ പാർട്ടി മനസ്സിലാക്കിയില്ല. എൻ്റെ പാർട്ടിയിൽ ഞാൻ ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ട് ഞാൻ എന്താണെന്ന് എൻ്റെ പാർട്ടി ആയിരുന്ന പാർട്ടിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വിചാരിച്ചു ഇനി ഒരു പ്രവർത്തനവും വേണ്ടാന്ന് വെച്ച് ഞാൻ എൻ്റെ പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്തിട്ട് ഓഫീസിൽ പോയി തുടങ്ങി. അപ്പോഴും എന്നോട് എല്ലാ മനുഷ്യരും പല തിരിച്ച് പ്രാക്ടീസിലേക്ക് വന്നു. ഞാൻ കോടതി കയറി പോലെ ഓഫീസ് ഫംഗ്ഷൻ ചിറ്റപ്പം മരിച്ച അവിടെ തുടങ്ങി. അപ്പോൾ ജൂനിയേഴ്സിൻ്റെ ഒരു സൗകര്യമാണല്ലോ, ഞാൻ ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാവരും നോക്കിയോളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അതിലേ പോകുന്നവരും വരുന്നവരും ഒത്തിരി അപ്പുറത്തൊരു ബുക്ക് അടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഒരുപാട് പേര് അറിയുന്നു, അയ്യോ ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയോ, ഇങ്ങനെ മൂലയിരിക്കരുത്. ഞങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു, ഒരിക്കലും പൊതുസമൂഹത്തിൽ നിന്ന് പോകരുത്. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ തുറന്നു പറയാതിരുന്നാണ് എനിക്കിപ്പോൾ തിരിച്ചടിയായത്. അതിപ്പോൾ എന്നെ കുറ്റം പറയുന്നതിന് ഞാൻ തന്നെയാണ് വഴി കൊടുത്തത്. എനിക്ക് വയ്യാത്തോണ്ട് ആരോ വന്നോട്ടെ എന്ന് ഞാൻ ഇതെല്ലാം നേതൃത്വത്തോടും എൻ്റെ പ്രയാസം എന്താണെന്നും പറഞ്ഞതാണ്. എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ എല്ലാവരുടെയും ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ ആരുടെയും മനസ്സിലേക്ക് ഒന്നും തോന്നിയില്ല. ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല, അതാണ്. ഇനി എന്നെ എത്ര വിമർശിച്ചാലും സത്യം ഇതാ. അപ്പോൾ അധികാരം എന്നുള്ളതല്ല, സന്തോഷത്തോടെയല്ലേ അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചത്. ഓടി നടന്നുകൊണ്ടിരുന്നതല്ലേ, പറയാൻ പറ്റുമോ? വീഡിയോയിൽ കാണുമല്ലോ, ജില്ലാ സമ്മേളനത്തിനൊക്കെ ഭയങ്കര യോഗങ്ങൾ നയിച്ചു. അതെനിക്ക് വണ്ടി ഉണ്ടായിട്ടോ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ഞാൻ വണ്ടിയുടെ ആഗ്രഹിക്കേണ്ട ആവശ്യം എനിക്കില്ലാത്ത, ഞാൻ പണ്ട് മുതലേ വണ്ടിയിൽ സഞ്ചരിക്കാറുള്ളതാണ്. അല്ലാതെ വണ്ടി മോഹമൊന്നും ഉള്ള ആളല്ല, കാർ മോഹമൊന്നുമില്ല. സത്യമായിട്ട് ആൾക്കാർക്ക് എന്നെ അറിഞ്ഞുകൂടാ, അറിയാതെ തെറ്റിദ്ധരിച്ചു. ഈ പാർട്ടി കഴിഞ്ഞ 2 ദിവസമായിട്ട് സൈബർ ആക്രമണങ്ങൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം സഹവൈ MA ബേബി, പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പാർട്ടിക്ക് തരാനുള്ളതെല്ലാം, പാർട്ടിയെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളെല്ലാം തന്നു. ഇനി എന്താണ് തരാനുള്ളത്? കൊട്ടാരക്കരക്കാര്, ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്. എനിക്ക് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി പറയാം, കൊട്ടാരക്കരക്കാര് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥാനങ്ങളുണ്ട്. ഇപ്പം MLA-യുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ ശ്രീമാൻ R ബാലകൃഷ്ണപിള്ള കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ തോൽപ്പിച്ചാണ് മാഡം വന്നത്. അതിനുശേഷം കൊട്ടാരക്കരക്കാർക്ക് 3 പ്രാവശ്യം ഇവിടെ നിന്ന് ജനപ്രതിനിധിയായിട്ടും കൊട്ടാരക്കരക്കാർക്ക് ഒരു സ്ഥാനം കിട്ടിയില്ല. ഒന്നിൽ ഞങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന ഒരു മന്ത്രിസ്ഥാനം, അല്ലെങ്കിൽ ഒരു നിയമസഭാ സ്പീക്കർ സ്ഥാനം. ഇതിനൊക്കെ തരും ഐഷാപ്പറ്റി അതിന് യോഗ്യതയുണ്ട്, അത് കിട്ടുമെന്ന് അവസാന നിമിഷം വരെയും കേട്ടിരുന്നതാ. പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും കിട്ടിയില്ല, നടന്നില്ല. അത് കൊട്ടാരക്കരക്കാർക്ക് അതൊരു നിരാശയുണ്ട്. MLA-ക്ക് ചിലപ്പോൾ MLA എന്നുള്ള നിലയിൽ മാഡത്തിന് ചിലപ്പം അതിനെക്കുറിച്ച് ചിലപ്പോൾ അത്രയും ഒരു ഇത് കാണത്തില്ലായിരിക്കും. പക്ഷേ കൊട്ടാരക്കരക്കാര് അത് ഒരുപാട് പ്രതീക്ഷിച്ചു, അവർക്കൊരു നിരാശയുണ്ട് ആ കാര്യത്തിൽ. പിന്നെ കൊട്ടാരക്കരയിലെ ഓരോ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് MLA കണ്ടിട്ടുള്ളത്, MLA ആയിരുന്നപ്പോൾ. ഇപ്പോഴും അങ്ങനെയാണ് പല ആളുകളുടെ മനസ്സിൽ. ഞാൻ ഇന്ന് രാവിലെ ടൗണിൽ വന്നപ്പോൾ അവിടെ നിന്ന് ചില ആളുകൾ സംസാരിച്ചപ്പോൾ, അപ്പൊ എന്നോട് ഞാൻ ഒരു മരണ വീട്ടിൽ ചെന്നപ്പോഴും എന്നോട് പറഞ്ഞത്, ഈ ഒരു തീരുമാനം ഇതിപ്പോഴല്ലേ എടുക്കേണ്ടത്, നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് കേട്ടത്. ഇപ്പോഴെങ്കിലും ഈ ഒരു തീരുമാനം എടുത്തതിൽ സന്തോഷിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മാഡം പറഞ്ഞു, പാർട്ടിക്കാര് അവരുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരുപാട് പാർട്ടിക്കാർ കൂടെ ഉണ്ടല്ലേ? എനിക്ക് എല്ലാ സഖാക്കളെയും ഇഷ്ടമാണ്. പക്ഷേ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റി ആൾക്കാരാണ് പാർട്ടിയെ നയിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രശ്നം. താഴെയുള്ള സഖാക്കൾ നല്ല സ്നേഹമുള്ളവരാണ്. എനിക്ക് അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പാർട്ടി അണികളെ ഒന്നും, അതിലെ താഴെ തട്ടിലുള്ളവരൊന്നും, കുറച്ച് മൈനോറിറ്റി. പക്ഷേ അതാണോ നോക്കേണ്ട, പാർട്ടി അല്ലേ എന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ അഡ്രസ്സ് എന്താ, ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ആ പാർട്ടിക്കുള്ള വില. പാർട്ടിയുടെ വഴി അല്ലാതെ പോയി കഴിഞ്ഞാൽ പാർട്ടിയുടെ വഴിയെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എനിക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് അവിടെയില്ല. ഞാൻ കുറച്ച് കള്ളം പറഞ്ഞതിന് എല്ലാവരും ക്ഷമിക്കട്ടെ. ഞാനത് പാർട്ടിയെ ഞാനങ്ങ് കുറ്റമേറ്റേക്കാമെന്ന് വെച്ചിട്ടാണ്. അന്നുണ്ടായ പ്രശ്നമാണെങ്കിലും എനിക്ക് കമ്മിറ്റിയിലൊന്നും ഞാൻ വരുന്നില്ല, ആരെയാന്ന് വെച്ചാൽ എടുത്തോളാൻ. പക്ഷേ നേതാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഈ പ്രശ്നം കൊണ്ടല്ല ഞാൻ കള്ളം പറഞ്ഞിട്ടുള്ളതെന്ന്. ജില്ലാ സെക്രട്ടറിക്ക് അടക്കം അറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ ഓടി എത്തുന്നില്ല, ആരാന്ന് വെച്ചാൽ വെച്ചോളാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ
ബധിരകർണങ്ങളിലാണ്. എന്നോട് സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരാന്നെന്നോ അവർക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ മനസ്സെന്താന്ന് മനസ്സിലായി. ഞാൻ എന്തോ അധികാരം മോഹിച്ചിരിക്കുവെന്നാ. ഈ അധികാരം വല്ല കിരീടമാണോ? ഇന്ന് ഇരുന്ന് ഒരു നാളെ പോവും. അത്രയേ ഉള്ളൂ. കഠിനമായ ജോലിയല്ലേ അത്. എന്താ ഉള്ള എനിക്ക് വ്യക്തിപരമായിട്ട് എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത്? എൻ്റെ അച്ഛൻ വാങ്ങിച്ചെന്ന വീട്ടിലാണ് ഞാൻ അന്നും ഇന്നും താമസിക്കുന്നത്. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ എന്താണെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ബേബി സഖാവും നേതാക്കളൊക്കെ എന്നെ ഇങ്ങനെ എന്താ പാർട്ടിയെ വഞ്ചിച്ചു പോയി എന്നൊക്കെ പറയുന്നു. ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്താലേ നമ്മൾ ജയിക്കുള്ളൂ. ആ അംഗീകാരം വാങ്ങിച്ച് അടുത്ത ആളിലേക്ക് എത്താൻ തക്കോണം ആയതിന് ഒരു വാല്യൂ ഇല്ലേ? ഞാൻ ഈ എടുത്ത ജോലിക്ക് ഒരു വാല്യൂ ഇല്ലേ? ഇത്രയും വികസന അത് അന്നത്തെ പാർട്ടി അത് ചിന്തിച്ചോ? വെറും ഒരാളല്ല, ഒന്നുമല്ല. അല്ലെങ്കിൽ ഒരു നോട്ടീസിൽ ഒരു പേര് വെക്കാൻ പോലും തോന്നിയില്ലെങ്കിൽ എന്താണ് അന്നത്തെ പാർട്ടിയുടെ മനസ്സെന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലായി. ഈ നാട്ടിലെ ഓരോ ജനത്തിനും ഇത്രയും വർഷം പ്രവർത്തിച്ച എനിക്ക് എന്നെ അറിയാം. അതിൻ്റെ അംശം ഞാൻ ഉണ്ടായിരുന്ന പാർട്ടിയിലെ നേതൃത്വത്തിന് കുറേ പേർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അണികൾക്കറിയാം, പ്രവർത്തകർക്കറിയാം, എന്നെ സ്നേഹിക്കുന്നവരും എന്നെ കണ്ടിട്ടുള്ളവർക്കും അറിയാം. അതാണ് സത്യം. അവർക്കറിയാം ഞാൻ ആരാണ്. ഈ റിപ്പോർട്ടറിലെ അരുൺകുമാറിനോ അല്ലെങ്കിൽ വേറുള്ളവർക്കോ ഈ സോഷ്യൽ മീഡിയയിൽ എടുക്കുന്നവർക്കോ അല്ല. വർഗവഞ്ചകിന്നും ഇങ്ങനെ എന്തൊക്കെയോ കുറേ ഭാഷ, അതാ അവർക്ക് ചേരുന്ന ഭാഷയാണ് ആ പറയുന്നവർക്ക്. ഞാൻ ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. ഇരുന്നത്രയും കാലം. പറഞ്ഞോട്ടെ, അടുത്തിരിക്കുന്ന ആരൊക്കെയാ? KV തോമസ്, അദ്ദേഹം, ശോഭന ജോർജ്, അവരുടെ പേരെന്താ? വർഗവഞ്ചകിയാണോ വേറെ പേരാണോ? അത് പരിശോധിക്കണ്ടേ? പി സരിന്, പിന്നെ രവികുമാർ, ഇത് വല്ല മോഹിച്ചിട്ടാണോ? ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു സ്നേഹം തരാമല്ലോ. ഒരു നോട്ടീസിൽ പേര് വെച്ചൊന്നു തോന്നുവോ നമുക്ക്? ഇത് ആരോടാ ഞാൻ പറയുന്നത്? എന്നിട്ട് വലിയ കൊടി വെച്ച കാർ. ഇന്ന് അരുൺകുമാറിന്റെ ഒരു റിപ്പോർട്ടർ ചാനൽ, അരുൺകുമാർ, നാണമില്ല ഇങ്ങനെ സംസാരിക്കാൻ? ഞാൻ അവരോട് ചോദിക്കുക, നാണമില്ല ഇങ്ങനെ സംസാരിക്കാമെന്ന്? കൊടി വെച്ച കാർ കണ്ടിട്ടില്ലാത്ത ആളല്ല ഞാൻ. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിലായിരുന്നു, എൻ്റെ വീട്ടുകാരുടെ കൂടെ ആയിരുന്നതേ ഉള്ളൂ. അല്ലാതെ ഔദ്യോഗികമായിട്ടൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അല്ലാത്തപ്പോൾ നമ്മുടെ സ്വന്തം കാറിൽ എനിക്ക് അതൊന്നും കണ്ട് മോഹമുള്ള ആളല്ല ഞാൻ. കാറുള്ളപ്പോഴും നടന്നു പോകുമ്പോൾ എന്നോട് എല്ലാവരും നടന്നു പോകുന്നത് എന്താണെന്ന് ചോദിക്കാറുള്ളതാണ്. അന്നും നടന്നു പോകുന്ന ആളാണ്. പക്ഷേ ഈ കാര്യമൊന്നും പൊതുസമൂഹത്തിന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് എനിക്ക് PR വർക്കില്ല. ഞാൻ ചെയ്യുന്ന വർക്കുകൾക്ക് എനിക്ക് സ്വന്തമായി PR വർക്ക് ഇപ്പോഴത്തെ പോലില്ല. ഇത് ഈ പത്രക്കാരും നാട്ടുകാരും പറഞ്ഞുള്ള പബ്ലിസിറ്റി, അവരങ്ങോ ഇങ്ങോ ഒരു ബോർഡ് വെക്കും, പത്രക്കാർ വാർത്ത കൊടുക്കും. ഈ പബ്ലിസിറ്റി അല്ലാതെ എനിക്കും ഇല്ല. ഇപ്പം എന്താ നടക്കുന്നത് ഇവിടെ? നിങ്ങളെല്ലാവരും ഒന്ന് കമ്പയർ ചെയ്തേ. 2006 ഇവിടെ എന്തുണ്ടായിരുന്നു, 2006 ശേഷം 21 വരെ ഇവിടെ എന്തൊക്കെ ഉണ്ടായി, 21 ശേഷം 26 വരെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു കമ്പാരിസൺ നടത്തി. അപ്പൊ ഐഷ പോറ്റിയെ കുറ്റം പറയുന്നവർ അന്നേരം വായടയ്ക്കും. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്നു ശ്രീമാൻ R. ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെ തോൽപ്പിച്ച് ഈ കൊട്ടാരക്കര എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മണ്ഡലം അല്ലായിരുന്നു, UDF മണ്ഡലമാണ്. അപ്പൊ ആ UDF മണ്ഡലത്തിൽ നിന്നും അതിനെ പറിച്ചെടുത്ത് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്നത് വേണം. അതിനുശേഷമാണല്ലോ ഇപ്പോഴും ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതാണ്. അപ്പൊ ആളുകളുടെ അത്രയും ഒരു പിന്തുണയും അത്രയും ഒരു സ്നേഹവും കരുതലും ഉണ്ടായിട്ടല്ലേ? തീർച്ചയായിട്ടും ഞാൻ ആണ് കൊണ്ടുവന്നെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ അതിനൊരാളായി നിന്നു എന്നുള്ളത്, ഒരു മുഖാന്തരമായി. അത്രയേ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്തു, പ്രവർത്തകരെല്ലാം നന്നായി വർക്ക് ചെയ്തു. അതൊന്നും മറക്കാൻ, എൻ്റെ സഖാക്കളുടെയും എല്ലാം പ്രവർത്തനം രാഷ്ട്രീയത്തിന് അതീതമായി ഒരു തവണ ജയിച്ചു കഴിഞ്ഞ് എൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ടല്ലേ. ഞാനെടുത്ത ഹാർഡ് വർക്ക് എല്ലാവരെയും ചേർത്ത് എല്ലാവരുടെയും സഹായത്തോടെ ഇവിടെ സിവിൽ സ്റ്റേഷൻ എന്തിനാ KSRTC ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഫസ്റ്റ് ഡേന് തീർത്തു, കോടതി സമുച്ചയം തീർത്തു. MLA മാത്രമേ ആയിരുന്നുള്ളൂ. ഇവിടെ ഫയർ സ്റ്റേഷൻ ഇല്ലായിരുന്നത് കൊണ്ടൊന്നു. ഇങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെ ഇതെല്ലാം ചെയ്തത് കൊണ്ടല്ലേ അടുത്ത തവണ ഇരട്ടി ഭൂരിപക്ഷം ജനങ്ങൾ. വികസന പ്രവർത്തനങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സ്കിൽ പാർക്ക്, അതിന്റെ ഓരോ തരിക്കും എന്നെ അറിയാം. ഓരോ പണി നടക്കുമ്പോഴും ഞാൻ അവിടെ പോയത്. അന്താരാഷ്ട്ര സ്ഥാപനം, എത്ര പേർക്ക് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ജോലി കിട്ടിപ്പോയെന്നറിയോ? UDF-ന്റെ കാലത്താണ് അതിന്റെ അംഗീകാരം തന്നത്. പിന്നെ പണി തുടങ്ങിയത് ഞാൻ 3ാമത് ജയിച്ചു വന്നപ്പോഴാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ അതിന്റെ ബൈറ്റ് കൊടുത്തതാണ് 24 ചാനലിന്. എൻ്റെ സ്വപ്ന പദ്ധതിയിൽ വരണം. സിവിൽ സ്റ്റേഷൻ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. കണ്ടുകൂടെ ഇതൊക്കെ?
ഇതൊക്കെ ചെയ്ത ഒരാളുടെ അധികാരമോഹം കൊടി വെച്ച കാറെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടേ ആ പറഞ്ഞ ആളിനോട് എനിക്ക് മറുപടി പറയാനുള്ളത് എന്നെ മനസ്സിലാക്കണം ആദ്യം. വല്ലവരും പറയുന്ന കേട്ട് ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് കാറില്ലാത്തതുകൊണ്ടാ പോകാത്ത കഷ്ടം. എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, അതൊരു സത്യമാണ്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഓടി അതെനിക്ക് ഞങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് പഠിച്ചു എൻ്റെ മക്കളും മരുമക്കളൊക്കെ എല്ലാം മരുമോളായാലും എല്ലാം ഓടിച്ചു പോകും. പക്ഷെ എനിക്കത് പറ്റിയില്ല അന്ന്. എനിക്ക് എന്തോ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ എങ്ങോട്ടേലും പോകാൻ, അതാണ് എൻ്റെ ബുദ്ധിമുട്ട്. അല്ലാതെ കാറ് കാണാത്ത ആളല്ല. ഇതിന്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം.